ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 500 ml പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഞാനിവിടെ മാംഗോ ഇല്ലാതെയാണ് മാംഗോ പുഡിംഗ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു മാംഗോ പുഡിംഗ് മിക്സ് പൗഡർ വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഈ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നാൽ ഉടനെ തന്നെ നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു പുഡിംഗ് മിക്സ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 ml മിൽക്കിലേക്കുള്ള പുഡിംഗ് മിക്സ് പൗഡറാണ്. അതായത് ഇതൊരു 80 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി പുഡിംഗ് മിക്സ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്. ആദ്യം കുറച്ച് ചേർക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഉണ്ടാവും, ഈ പൗഡറിൽ തന്നെ ഉണ്ടാവും ഷുഗർ. ഇനി നിങ്ങൾക്ക് ഷുഗർ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും ചേർത്ത് കൊടുത്തു. ഇനി വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കൂൾ ചെയ്യാൻ വെക്കണം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് സാഫ്രൺ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ അങ്ങനെ ബദാമോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. സിമ്പിൾ ആയിട്ടുള്ള മാംഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. കൂടുതൽ റെസിപ്പീസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.